ഇടവേളയ്ക്ക് ശേഷം ഏഷ്യയിൽ കോവിഡ് കേസുകളിൽ വൻ വർധനവ്. ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും ജനസാന്ദ്രതയുള്ള കേന്ദ്രങ്ങളിലെ ആരോഗ്യ അധികൃതർ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിനാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കേസുകളുടെ വർധനവ് ഏഷ്യയിലുടനീളം വീണ്ടും ഉയർന്നുവരുന്ന ഒരു തരംഗത്തിന്റെ സൂചനയാണ് നൽകുന്നതെന്നാണ് പുതിയ റിപ്പോർട്ട്. ഹോങ്കോങ്ങിൽ കോവിഡ് വ്യാപനം വളരെ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ടെന്ന് നഗരത്തിലെ സെന്റർ ഫോർ ഹെൽത്ത് പ്രൊട്ടക്ഷന്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബ്രാഞ്ചിന്റെ തലവനായ ആൽബർട്ട് ഒ പറഞ്ഞു. കോവിഡ് പോസിറ്റീവ് ആണെന്ന് പരിശോധിക്കുന്ന ശ്വസന സാമ്പിളുകളുടെ ശതമാനം ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മെയ് 3 അവസാനിച്ച ആഴ്ചയിൽ 31 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവാണ് ഡാറ്റ കാണിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന അണുബാധ നിലയിലേക്ക് നിലവിലുള്ള സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിലും മലിനജലത്തിലെ വൈറൽ ലോഡ് വർദ്ധിക്കുന്നതും കോവിഡുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കൺസൾട്ടേഷനുകളിലെയും ആശുപത്രി വാസങ്ങളിലെയും വർധനവ് പോലുള്ള സൂചകങ്ങൾ 7 ദശലക്ഷത്തിലധികം നിവാസികളുള്ള നഗരത്തിൽ സജീവമായ ഒരു സമൂഹ വ്യാപനം സൂചിപ്പിക്കുന്നുണ്ട്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഈ ആഴ്ച അവസാനം തായ്വാനിലെ കാവോസിയുങ്ങിൽ നടക്കാനിരുന്ന തന്റെ സംഗീത പരിപാടികൾ ഹോങ്കോങ് ഗായകൻ ഈസൻ ചാൻ റദ്ദാക്കിയിരുന്നു. സമാനമാണ് സിംഗപ്പൂരിലെയും അവസ്ഥ. ഈ മാസം ഏതാണ്ട് ഒരു വർഷത്തിനിടെ അണുബാധകളുടെ എണ്ണത്തിൽ സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം ആദ്യ അപ്ഡേറ്റ് പുറത്തിറക്കിയിരുന്നു. അതിനാൽ സിംഗപ്പൂരും അതീവ ജാഗ്രതയിലാണ്. മെയ് 3 അവസാനിച്ച ആഴ്ചയിൽ കഴിഞ്ഞ 7 ദിവസങ്ങളെ അപേക്ഷിച്ച് 14,200 കണക്കാക്കിയ കേസുകളിൽ 28% വർധനവ് രേഖപ്പെടുത്തി. ദിവസേനയുള്ള ആശുപത്രി പ്രവേശനത്തിലും ഏകദേശം 30% വർധനവുണ്ടായി. ജനസംഖ്യയുടെ പ്രതിരോധ ശേഷി കുറയുന്നത് പോലുള്ള ഘടകങ്ങൾ വർധനവിന് കാരണമാകുമെങ്കിലും മഹാമാരി സമയത്തേക്കാൾ പ്രചരിക്കുന്ന വകഭേദങ്ങൾ കൂടുതൽ പകരാൻ സാധ്യതയുള്ളതാണെന്നോ കൂടുതൽ ഗുരുതരമായ കേസുകൾക്ക് കാരണമാകുമെന്നോ നിലവിൽ ഒരു സൂചനയും ഇല്ല എന്ന് സിംഗപ്പൂരിന്റെ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവിച്ചു. അതേസമയം കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് കണ്ടതുപോലെ കോവിഡ് തരംഗം ചൈനയിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചൈനീസ് രോഗ നിയന്ത്രണ പ്രതിരോധ കേന്ദ്രത്തിന്റെ ഡാറ്റ സൂചിപ്പിക്കുന്നു. മെയ് 4 വരെയുള്ള 5 ആഴ്ചകളിൽ ചൈനയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലുടനീളമുള്ള ആശുപത്രികളിൽ രോഗനിർണയം തേടുന്ന രോഗികളിൽ കോവിഡ് പരിശോധന പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടിയിലധികമായി. തായ്ലൻഡിലെ രോഗനിയന്ത്രണ വകുപ്പ് ഈ വർഷം 2 ക്ലസ്റ്റർ പൊട്ടിപ്പുറപ്പെടലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.